സംയുക്ത സമരമെന്ന ആശയം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് സർക്കാരിന് മുന്നിൽ വെച്ചത്. ഉമ്മൻചാണ്ടിക്കും PK കുഞ്ഞാലിക്കുട്ടിക്കും മറ്റു UDF നേതാക്കൾക്കുമൊപ്പം പ്രതിപക്ഷ തീരുമാനം മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തു. സഹകരിച്ച് മുന്നോട്ടു പോകാമെന്ന നിലപാടിലായിരുന്നു സർക്കാരും. ഏതുതരം സമരമെന്ന് തീരുമാനിക്കാൻ തിങ്കളാഴ്ച സർവകക്ഷി യോഗവും വിളിച്ചു. പക്ഷേ സഹകരണം വാഗ്ദാനം ചെയ്തിട്ടും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ സമരം നടത്തിയതാണ് VM സുധീരനടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ പ്രകോപിപ്പിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നടപടികളോട് സമാനമായി പ്രതിഷേധ സ്വരം ഉയർത്തുമ്പോൾ അതിൻ്റെ അർത്ഥം കേരളത്തിൽ സംയുക്തമായ സമരം നടത്തുക എന്നർത്ഥമല്ല. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല. A വിഭാഗത്തിൽപ്പെട്ട MM ഹസനും ഇക്കാര്യത്തിൽ സുധീരനൊപ്പമാണ്. ജില്ലാ ബാങ്കുകളെ പിരിച്ചുവിടാനൊരുങ്ങുന്ന CPM സഹകരണ കാര്യത്തിൽ നടത്തുന്ന സമരം വിശ്വസനീയമല്ലെന്ന ആരോപണവും നേതാക്കൾക്കുണ്ട്. സമരം എങ്ങനെ വേണമെന്ന കാര്യത്തിൽ UDF അന്തിമ തീരുമാനമെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ഏത് രീതിയിൽ സമരം ചെയ്യണം അല്ലെങ്കിൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ 21-ാം തീയതി രാവിലെ 9 മണിക്ക് കന്റോൺമെന്റ് ഹൗസിൽ ചേർന്ന UDF യോഗമാണ് തീരുമാനിക്കുന്നത്. സർവകക്ഷി സംഘം ദില്ലിക്ക് പോകണമെന്ന നിലപാടിലാണ് KPCC നേതൃത്വം. റാഹീസ് റഷീദ്, മീഡിയ 1, തിരുവനന്തപുരം.